ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 30-31 വാക്കിൽ നിന്ന് ദൈവത്തിന്റെ മുന്നറിവ്, ദൈവത്തിന്റെ മുൻ നിയമനം, ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, തേജസ്കരണം, നീതീകരണം മുതലായ വിഷയങ്ങളെക്കുറിച്ചാണ് ചുരുങ്ങിയ മിനിറ്റുകൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മുന്നറിവ്, മുൻ നിയമനം, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ നേരത്തെ തന്നെ സ്നേഹിച്ചു എന്നാണ്. ദൈവം നിയമിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായി നിയമിച്ചു എന്നല്ല, രക്ഷിക്കപ്പെടുവാൻ ഉള്ളവരെ നിയമിച്ചു എന്നാണ്. അത് ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ വരുന്നതാണ്. അങ്ങനെ മുന്നറിവിനാലും മുൻ നിയമനത്താലും ദൈവം വേർതിരിച്ച ആളുകളെ ദൈവത്തിന്റെ വിളിയാൽ ദൈവം വിളിച്ചു എന്ന് വായിക്കുന്നു. തിരുവെഴുത്ത് വായിക്കുമ്പോൾ അവൻ വിശുദ്ധ വിളികൊണ്ട്, സ്വർഗീയ വിളികൊണ്ട് നമ്മെ വിളിച്ചു എന്നാണ് പറയുന്നത്. എന്നാണ് ഈ ദൈവത്തിന്റെ വിളി എന്നതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ട വിഷയം, ദൈവം നിത്യതയിൽ വെച്ച് തന്നെ നമ്മെ തന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം സ്നേഹിച്ച സ്നേഹത്തിന്റെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ദൈവത്തിന്റെ മുൻ നിയമനത്തിന്റെയും ചരിത്രപരമായിരിക്കുന്ന പ്രായോഗികതയാണ് ദൈവത്തിന്റെ വിളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഭൂമിയിൽ ഏതാണ്ട് 850 കോടി അധികം ജനങ്ങളുണ്ട്. ഇതിലെല്ലാ ആളുകളും രക്ഷിക്കപ്പെടുകയോ എല്ലാവരും ദൈവത്തിന്റെ വിളിയെ റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. എന്നാൽ ദൈവം മുൻനിയമിച്ച, ദൈവം മുന്നറിഞ്ഞ തന്റെ ആളുകളെ എങ്ങനെയാണ് ദൈവം വിളിക്കുന്നതെന്ന് അപ്പോസ്തലൻ പറയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആദ്യജാതരാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചു. മുൻനിയമിച്ചവരെ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ദൈവം വിളിക്കുന്നത് തന്റെ സുവിശേഷത്തിന്റെ സന്ദേശത്തോടെയാണ്. സുവിശേഷം ലോകത്തോട് പ്രസംഗിക്കുമ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ആളുകൾ സുവിശേഷം കേട്ട് വിശ്വസിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. അങ്ങനെ തങ്ങളുടെ വിശ്വാസത്താൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അവരെ ദൈവം മുന്നറിഞ്ഞിരുന്നു, ദൈവം മുൻ നിയമിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രപരമായി അനുഭവത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ വിളിയെ സുവിശേഷത്തിന്റെ ആഹ്വാനത്താൽ കൈക്കൊള്ളുന്ന ആളുകളെ കൃപയാൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം രക്ഷിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവർ എന്ന് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് നിങ്ങൾ ഓഹരിക്കാരാണ്, നിങ്ങൾ ദൈവത്തിന്റെ വിളിയെ പ്രതികരിച്ചവരാണ് എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ ഈ അർത്ഥത്തിലാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത്. അല്ലാതെ ദൈവം ഓരോ വ്യക്തികളെയും ഓടി നടന്ന് പ്രത്യേകാൽ വിളിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. സുവിശേഷം കൊണ്ട് തന്റെ രക്ഷയിലേക്ക് അവരെ വിളിച്ച് വേർതിരിച്ചു എന്നാണ് ഈ വചനഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.